മനുഷ്യന് പാപബോധത്തിന്റെ സങ്കീർത്തനമായി ദാവീദ് രചിക്കപ്പെട്ടിരിക്കുമ്പോൾ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ 21 പ്രാവശ്യം ദാവീദ് ദൈവത്തോടുകൂടെ മാപ്പപേക്ഷിച്ചുകൊണ്ട് ഓരോ പാപങ്ങളെയും ഏറ്റുപറഞ്ഞിരിക്കുകയാണ്. ഈ സങ്കീർത്തന ധ്യാനം ഇന്ന് ശ്രദ്ധാപൂർവം കേൾക്കുന്നു എങ്കില് കർത്താവായ ക്രിസ്തുവിലൂടെ നമ്മുടെ പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് രൂപാന്തരം പ്രാപിക്കുവാൻ നമുക്ക് കഴിയും. അല്ലയോ ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകമായിരിക്കുന്ന 51-ാം സങ്കീർത്തനം ദാവീദ് ബത്ശേബയുടെ അടുക്കൽ ചെന്ന് കേൾക്കപ്പെട്ടതായ തിരുവചനത്തിലൂടെ പാപബോധം വന്നപ്പോൾ നീറുന്ന പ്രയാസത്തോടുകൂടെ നാഥാൻ പ്രവാചകൻ സമീപത്തിലെത്തി അവൻ ഈ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് രചിക്കപ്പെട്ട ഈ സങ്കീർത്തനം അതിന്റെ 1-ാം ഭാഗത്തിൽ ദൈവമേ, നിന്റെ ദയയ്ക്കു തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ദൈവമേ, നിന്റെ ദയയ്ക്കു തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ ചെയ്ത പാപം അത്ര വലുതാണ്, നിന്റെ സന്നിധിയിൽ ഇരിക്കുവാനോ നിന്നോടുകൂടെ യാചിക്കുവാനോ യോഗ്യതയില്ലാത്തവനായി ഞാൻ തീർന്നിരിക്കുന്നു. കാരണം അത്രയും അധികം ദുഷ്ടത്തരം പാപം ഞാൻ ഉള്ളം കൊണ്ടും ആമേൻ മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ മനുഷ്യരുടെ ഇടയിൽ ചെയ്തിരിക്കുകയാണ്. എന്റെ പാപങ്ങളെ ഞാനിതാ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ പാപങ്ങളെ എന്നോടുകൂടെ ക്ഷമിക്കണമേ എന്ന് ആമേൻ തിരുവുള്ളമുണ്ടാകണമെന്നും ദാവീദ് ഇതാ ദൈവസന്നിധിയിൽ യാചിച്ചുകൊണ്ട് രചിക്കപ്പെടുന്നതായ സങ്കീർത്തനം. എന്റെ ലംഘനങ്ങൾ, ഞാൻ ചെയ്തതായ ദുഷ്ടപ്രവർത്തികൾ, ഞാൻ ചെയ്തതായ നീച കാര്യങ്ങൾ, ഞാൻ ചെയ്തതായ വേദനാജനകമായിരിക്കുന്നതായ വാക്കുകൾ, ഇവയെല്ലാം എന്റെ ജീവിതത്തിൽ കഠിന വേദനയോടുകൂടെ ആയിരിക്കുന്നു. പിതാവേ, എന്നോടുകൂടെ നീ ക്ഷമിക്കണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ആമേൻ. എന്നെ നീ നന്നായി കഴുകണം. ആമേൻ. ആ ഭാഗങ്ങളിൽ പരാമർശിക്കുന്നത് 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം കഴുകിയാൽ ഞാൻ വിശുദ്ധനായി തീരുമോ പിതാവേ, ആ വിശുദ്ധനായി തീരുന്നത് വരെ എന്നെ നീ കഴുകണമേ. നമ്മുടെ വസ്ത്രത്തിൽ ഒരു അഴുക്ക് പറ്റിയാൽ ആ വസ്ത്രത്തിന്റെ അഴുക്ക് പോകുന്നതുവരെ നമ്മൾ എന്ത് ചെയ്യും? കഴുകും. ആ കഴുകിയിട്ടും അഴുക്ക് പോകുന്നില്ല എന്നെങ്കിൽ മറ്റുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കും. ഈ കറ അഴുക്ക എങ്ങനെയെങ്കിലും ആമേൻ മാറിയേ പറ്റത്തുള്ളൂ. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: പല പ്രാവശ്യവും പിതാവേ, നീ കഴുകിയിട്ടും എന്റെ ഈ പാപം മാറുന്നില്ല എങ്കിൽ എന്റെ മേൽ അഗ്നിശുദ്ധി നീ നടത്തണമേ. അഗ്നിയാൽ നീ എന്നെ കഴുകണം. അങ്ങനെയും എന്റെ പാപം പോകുവാൻ കഴിയുന്നു എങ്കിൽ അതിനും ഞാൻ ഒരുക്കപ്പെട്ട ഇരിക്കുന്നതാണ്. അത്രയധികം മനഭാരം ദാവീദിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പല പ്രാവശ്യവും കഴുകി, എന്നെ അഗ്നിയാൽ കഴുകി
എന്നെ നീ വിശുദ്ധീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ബത്ശേബയുടെ അടുക്കൽ ദാവീദ് ചെന്നപ്പോൾ അവന്റെ വാക്കുകൾ ദാവീദിന് മനസ്സിൽ കുത്തുകൊണ്ടു. അവൻ ചെയ്ത ദുഷ്ടപ്രവൃത്തികൾ, അവൻ ചെയ്തതായ കഠിന വേദനകളുടെ വാക്കുകൾ ദാവീദിന്റെ ഉള്ളത്തിൽ കുത്തുകൊണ്ടിട്ട അവന് ഭവനത്തിൽ ചെന്നിട്ട് ഉറക്കം വന്നില്ല. അവന് ഉറങ്ങുവാൻ കഴിയുന്നില്ല. എന്നാൽ ബത്ശേബ പറഞ്ഞതായ വാക്കുകൾ ദാവീദിന്റെ ഉള്ളത്തിൽ ആവർത്തിച്ചാവർത്തിച്ചു വന്നുകൊണ്ടേയിരുന്നു. അല്ലയോ ദാവീദേ, നീ ചെയ്തതായ ക്രൂരതകൾ നിനക്ക് ഉറങ്ങുവാൻ കഴിയാതിരിക്കുന്നുവോ? നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നപ്പോൾ ദാവീദിന്റെ ഉള്ളത്തിൽ നിന്ന് വേദനകൾ പൊങ്ങി വരികയാ. ആമേൻ. അങ്ങനെ അവൻ യഹോവയോടുകൂടെ യാചിക്കപ്പെട്ടതായ യാചനകളിലൂടെ അവൻ മറുപടി എഴുതുകയാ. നീ എന്നെ കഴുകിയിട്ടും പിതാവേ എനിക്ക് ശുദ്ധി വരുന്നില്ല എന്ന് എനിക്ക് തോന്നിയാൽ അഗ്നി കൊണ്ട് എന്നെ വിശുദ്ധീകരിക്കണമേ. ഈ അഗ്നി എന്നെ വിശുദ്ധീകരിക്കുമെന്ന് ഞാൻ അറിയുന്നു പിതാവേ. ആമേൻ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ജലം കൊണ്ട് നീ കഴുകി, അഗ്നി കൊണ്ട് കഴുകി. അപ്പാ, എന്തു ചെയ്തായാലും ശരി, എന്റെ ഈ മനസ്സിന്റെ പാപക്കറ മാറ്റി തന്നേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഈ പാപക്കറ എന്റെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം സ്വസ്ഥതയുണ്ടാകത്തില്ല, സമാധാനമുണ്ടാകത്തില്ല. വിങ്ങലുകളും വേദനകളും ഏറി ഓരോ ദിവസവും നിരാശയോടുകൂടെ നമ്മളായിരിക്കും. നിരാശ, ഈ നിരാശകൾ എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. ഈ വചനം ഇന്ന് എത്ര പേരുടെ ഉള്ളങ്ങളിൽ ആഴ്ന്നിറങ്ങുന്നു എന്നെനിക്കറിയത്തില്ല. എങ്കിലും ഈ വചനം ഇന്ന് കേൾക്കുന്ന എല്ലാ പേർക്കും, മനസ്സുകൊണ്ട് സ്വീകരിക്കുന്ന എല്ലാ പേർക്കും ആമേൻ, ഈ ധ്യാന ചിന്ത ഈ രാത്രിയിൽ വിടുതലായി തീരും. ആമേൻ. എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപം എന്റെ മുൻപിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്ത നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനുമായും ഇരിക്കേണ്ടതിന് ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ആമേൻ. പിതാവേ, ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു. ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്കുണ്ട്, നിന്നോട് തന്നെ. ആ വാക്കിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്: നിന്നോട് തന്നെ എന്ന് പറയുന്നത് അയൽക്കാരനോടുകൂടെ. അയൽക്കാരനോടുകൂടെ നീ അയൽക്കാരനോടുകൂടെ ചെയ്തതായ അകൃത്യം നീ ഒന്ന് ഓർത്താൽ, ഈ അകൃത്യം നിനക്ക് ക്ഷമിക്കുവാൻ കഴിയാതിരുന്നു എങ്കിൽ എങ്ങനെ സ്വർഗസ്ഥ പിതാവ് നിന്റെ അകൃത്യത്തെ പൊറുക്കും? ഹല്ലേലൂയ. അയൽക്കാരനോടുകൂടെ പൊറുക്കുവാൻ കഴിയാത്ത നീ യഹോവയോടുകൂടെ പാപം ചെയ്തിരിക്കുന്നു. ഇന്ന് അയൽപ്പക്കക്കാര് രമ്യതയിലുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. നിന്നോട് തന്നെ എന്ന വാക്കിന്റെ അർത്ഥം നിന്റെ അയൽക്കാരനോട്. നിന്റെ അയൽക്കാരനോടെന്ന് പറഞ്ഞാൽ യഹോവയോട്. നീ അയൽക്കാരനോടുകൂടെ ചെയ്തതായ അകൃത്യം യഹോവയോടുകൂടെ ചെയ്തിരിക്കുന്നത് കൊണ്ട് യഹോവ നിന്റെ അകൃത്യങ്ങളെ ക്ഷമിക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെന്ന് എന്റെ അകൃത്യം ക്ഷമിച്ച് കിട്ടിയോ? ഹല്ലേലൂയ. നിന്നോട് തന്നെ എന്ന് പറഞ്ഞാൽ അയൽക്കാരനോട്, ഉറ്റവരോട്, ഉടയവരോട്, ബന്ധുക്കളോട് ആമേൻ നിനക്ക് ക്ഷമിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നിനക്ക് ക്ഷമിക്കുവാൻ കഴിയാതെ ഉറ്റവരോടും ഉടയവരോടും സകലരോടും നീ ദോഷം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അകൃത്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അവരെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, കരയിച്ചുകൊണ്ടേയിരിക്കുന്നു.
എങ്ങനെ സ്വർഗസ്ഥ പിതാവ് എന്റെ ലംഘനങ്ങളെ വായിക്കും? ആമേൻ. ഈ വിധ വാക്കുകൾ ഞാൻ മനസ്സുകൊണ്ട് പിതാവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ധ്യാനിക്കുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ഹല്ലേലൂയ എന്റെ സ്വർഗസ്ഥ പിതാവ് ഇതുവരെയും അയൽക്കാരനോടുകൂടെ നീ ചെയ്തതായ ദുഷ്ടപ്രവർത്തികളെ, വേദനകളെ എല്ലാം ദൈവം ക്ഷമിച്ച നിന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അയൽക്കാരനെ സ്നേഹിക്കുവാൻ മറന്നു പോകരുത്. നിന്റെ അയൽക്കാരൻ എന്ന് പറയുന്നത് ദൈവത്തിനു തുല്യമുള്ളവൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ചുറ്റുപാടും അയൽക്കാരെ എല്ലാം പിണക്കി വെക്കും, ശത്രുതയുണ്ടാക്കും, അയൽക്കാരുടെ എല്ലാം ശത്രുത ഉണ്ടാക്കും. ദൂരത്ത് കിടക്കുന്ന ബന്ധുക്കളെയും സ്നേഹിതരെടുത്തെല്ലാം ഭയങ്കര സംസർഗം വയ്ക്കും. നിന്റെ ഭവനത്തിൽ ഒരു വിളി കേട്ടാൽ ആദ്യം ആരോടി വരും? അയൽവക്കത്തുള്ളവനെ വരത്തുള്ളൂ. ഹല്ലേലൂയ. സന്ധ്യയെങ്കിൽ രാത്രിയിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും. ഒരു രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോൾ, രോഗം മൂർച്ഛിക്കപ്പെട്ട് നിലവിളിക്കുമ്പോൾ, ഭാര്യയും ഭർത്താവും മക്കൾ നിലവിളിക്കുമ്പോൾ അയൽപ്പക്കക്കാരനെ നിന്റെ അടുക്കൽ ഓടി വരത്തുള്ളൂ. ദൂരത്തിരിക്കുന്ന ബന്ധുക്കളും ചാർച്ചക്കാരും സ്നേഹിതരും നിന്റെ അടുക്കൽ ഓടി വരുമ്പോൾ എന്തായി തീർന്നിരിക്കും? ആമേൻ പറഞ്ഞിരിക്കും. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പറയും എനിക്ക് ആരും വേണ്ട. അഹങ്കാരത്തിന്റെ സ്വരം മനുഷ്യനാണ്. ആമേൻ. ഈ ഭാഗത്തിൽ പരാമർശിക്കുന്നത് നിന്റെ അയൽക്കാരൻ എന്ന് പറയുന്നത് ദൈവത്തിനു തുല്യമുള്ളവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എന്റെ തുല്യമായിരിക്കുന്നതായ വ്യക്തി ആമേൻ നിന്റെ അടുക്കൽ ഓടി വരണമെങ്കിൽ അയൽക്കാരനെ സ്നേഹിക്കുവാൻ നീ മറന്നു പോകരുത്. ആമേൻ. സംസാരിക്കുമ്പോൾ നീ നീതിമാനായിരിക്കുമ്പോൾ, വിധിക്കുമ്പോൾ നിർമ്മലമായും ഇരിക്കേണ്ടതിന് തന്നെ. ആമേൻ. മനുഷ്യൻ ഒരുവനോട് സംസാരിക്കുമ്പോൾ അവന്റെ ഉള്ളത്തിലെ അകൃത്യം പുറത്തു കാണിക്കത്തില്ല. വളരെയധികം വഞ്ചനയും ദുഷ്ടതയും ക്രൂരത്വവും ഉള്ളിൽ വച്ചുകൊണ്ട് നീതിമാനെ പോലെ സംസാരിക്കും. ആമേൻ. സന്ദർഭങ്ങൾ കടന്നു വരുമ്പോൾ സർപ്പത്തെ പോലെ അത് ഉള്ളിൽ നിന്ന് പുറത്തു വന്ന സ്നേഹിതനെ തന്നെ കൊത്തും. യഹോവ പറഞ്ഞ, കർത്താവ് പറഞ്ഞത്, ആമേൻ, ഞാൻ സ്വന്തക്കാരുടെ ഇടയിൽ വന്നു. ഞാൻ വന്നപ്പോൾ എല്ലാവരെയും എന്റെ സ്വന്തക്കാരെ പോലെ സ്വീകരിച്ചു. പക്ഷെ എന്നെ സ്വീകരിച്ചവരാരും അവരുടെ സ്വന്തക്കാരായി സ്വീകരിച്ചില്ല. ഹല്ലേലൂയ. കർത്താവ് വന്നത് ആരെയാ? സഹോദരനെ പോലെ, അമ്മയെ പോലെ, പെങ്ങളെ പോലെ, അച്ഛനെ പോലെ, അമ്മയെ പോലെ കരുതിക്കൊണ്ട അവൻ ഓരോ ഭവനങ്ങളിലും ഓരോരുത്തരുടെ നിലവിളിയും വാക്കുകളും കേട്ട അവരെ മാറോടുകൂടെ അണച്ചു സ്നേഹിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ എല്ലാവരും സ്വന്തക്കാരെ അന്വേഷിച്ചു വന്നു. സ്വന്തക്കാരൻ എന്ത് ചെയ്തു? കുറ്റപ്പെടുത്തി എന്നെ ഇതാ കൊലക്കളത്തിലേക്ക് അയച്ചിരിക്കുകയാ. എങ്ങനെയാ? നീ നീതിമാനെ പോലെ ഇരിക്കുന്നു. നിന്റെ ഉള്ളത്തിലെ സർപ്പവിഷത്തെ നീ എടുത്തു മാറ്റണം. ആ സർപ്പവിഷം നിന്റെ ഉള്ളിൽ നിന്നും മാറുമ്പോൾ നിന്നിലുണ്ടാകുന്നതായ വിശുദ്ധി എത്രയധികം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്റെ ഉള്ളത്തിൽ ഞാൻ ചിലപ്പോൾ നീതിമാനെ പോലെ ചമയാറില്ലേ? ആമേൻ. ആ ഉള്ളത്തിലിരിക്കുന്ന വിഷമെടുത്തൊന്ന് മാറ്റി നോക്കും. ആ വിഷമെടുത്തൊന്ന് മാറ്റി നോക്കും. ഓ, നമ്മെ പോലെ വിശുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടോ? ചിന്തിച്ചു നോക്ക്. നമ്മെ പോലെ പരിശുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടോ? നമ്മെ പോലെ സ്നേഹിപ്പാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ഈ സർപ്പവിഷം മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഭാവമായിരിക്കുന്ന സ്നേഹവും സമാധാനവും എന്റെ ഉള്ളത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ നീ ആരാ?
നമ്മൾ എല്ലാ പേരും ആരാ? ദൈവത്തിന്റെ പ്രതിരൂപമായി മാറ്റപ്പെടുന്നു. ആമേൻ. ഇതാ ആമേൻ നിർമ്മലമായി ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ ഗർഭം ധരിച്ചു. ആമേൻ. അകൃത്യം, ദുഷ്ടതയും വഞ്ചനയും ഉള്ളതായ വ്യക്തി, സ്ത്രീയും പുരുഷനും അവർ ഗർഭത്തിലൂടെ ആമേൻ ഒരു ശിശുവിനെ ഉരുവാക്കിയപ്പോൾ ആ ശിശുവും ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പാപിയായി തീർന്നു. ആമേൻ. ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട്, ഗർഭത്തിൽ വെച്ച് പാപമായി തീർന്നു, ലൈംഗികത എന്ന് പറയുന്നത് പാപമെന്ന് ചിന്തിച്ചു. ആമേൻ. അങ്ങനെ കുഞ്ഞിനെ ജന്മം നൽകിയിരിക്കുന്ന ചിലരുടെ ഇഷ്ടം, ചിലരുടെ ചിന്തകൾ. ഹല്ലേലൂയ. ലൈംഗികത എന്ന് പറയുന്നത് പരിശുദ്ധവും പാവനവുമാണ്. ആമേൻ. അത് ദൈവത്താൽ നിയമിക്കപ്പെട്ടതായ കുടുംബ ജീവിതത്തിന്റെ കൂദാശയുടെ അനുഗ്രഹവും. ആമേൻ. പാപം ആര്? ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട കുടുംബത്തിലെ കൂദാശയിലൂടെ വന്നതായ പാപം അല്ല. ആമേൻ. പാപ സ്വഭാവമുള്ള പുരുഷനും സ്ത്രീയും അവരിലൂടെ ജന്മം നൽകിയ ശിശു അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ ഉരുവായി. ആമേൻ. പിതാവേ, എന്റെ പാപം എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ കടന്നു വരരുത്. ദാവീദ് അതാ പറയുന്നത്, ഞാൻ അകൃത്യത്തിൽ ഉരുവായി പിതാവേ. എന്റെ മാതാവും പിതാവും പാപിയായിരുന്നു. ആ പാപത്തിൽ ഞാൻ ജനിച്ചപ്പോൾ എന്റെ പൂർവികരുടെ പാപം എന്റെ മേൽ വരരുത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടായിരിക്കും. പൂർവികരുടെ പാപം, അപ്പനും അമ്മയും ചെയ്ത ദുഷ്ടത്തരം അകൃത്യങ്ങൾ, മറ്റുള്ളവരെ വേദനിപ്പിച്ചത്, കരയിച്ചത്, ആമേൻ, നിന്റെ ഉള്ളത്തിൽ നിന്ന് നീ ഉരുവാക്കിയ ജന്മത്തിന് ആ ശാപത്തെ പകർന്നു കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ പാപം 40 തലമുറകൾ വരെ കടന്നു പോകും. ആമേൻ. ഞാൻ ജന്മം നൽകിയ കുഞ്ഞിന് പാപം പേറിയ ജന്മം നൽകിയിരിക്കുന്നതാ. എന്താ? ഞാൻ ചെയ്ത അകൃത്യം. അങ്ങനെയെങ്കിൽ പിതാവേ, എന്റെ പൂർവികരുടെ പാപം എന്നോട് നീ കണക്കിടരുത്. ഞാൻ ഗർഭത്തിൽ വെച്ച് അറിയാതിരുന്നപ്പോൾ അവരിലൂടെ എന്റെ മേൽ കടന്നു വന്ന പാപം എന്നോട് ക്ഷമിക്കണമേ. ആ ലംഘനവും എന്റെ മേൽ മാറ്റിത്തരയണമേ എന്ന് അമേൻ അവൻ ആഗ്രഹിക്കുക. അമേൻ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട്. ആമേൻ. യഹൂദ പ്രദേശങ്ങളിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഈ സോപ്പ് തണ്ട് എന്ന് പറയുന്നത്. അതിന്റെ ഇലകൾ നല്ല പതയുന്നത്. അതാണ് കർത്താവായ ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ അതിന്റെ ഇലയെല്ലാം എടുത്തു മാറ്റിയിട്ട് ഈ സോപ്പ് തണ്ടിന്മേൽ അല്പം പുളിച്ച വീഞ്ഞ് അവന്റെ ചുണ്ടിനോടുകൂടി അടുപ്പിച്ചു. സാധാരണമായി കാണുന്ന ഒരു ചെടിയാണ്. അതിന്റെ ഇലകൾ പറിച്ച് പതച്ചു കഴുകിയിട്ടും പിതാവേ, എന്റെ ശരീരത്തിലെ മനസ്സിലെയും അശുദ്ധികളെ മാറ്റുവാൻ കഴിയുന്നില്ല എങ്കിൽ ഹിമം പോലെ എന്നെ നീ വെളുപ്പിക്കണം. എന്റെ അകൃത്യങ്ങളെ എല്ലാം നീ മാറ്റിത്തരണം എന്ന് ദൈവത്തോടുകൂടെ ദാവീദ് നിലവിളിച്ചു പറയുന്നു. അപ്പാ, ഞാൻ പൂർവികരുടെ പാപത്താൽ എന്റെ മനസ്സും ശരീരവും അഴുക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ചെയ്ത പാപത്താൽ എന്റെ ശരീരത്തിലും മനസ്സിലും പാപം അഴുക്ക് പറ്റിയിട്ടുണ്ട്. എന്നെ നീ നന്നായി കഴുകണം. എന്തെല്ലാം കഴുകുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ടോ അതെല്ലാം കൊണ്ട് എന്നെ കഴുകി എന്റെ മനസ്സിനെയും ശരീരത്തെയും വിശുദ്ധീകരിക്കണമേ എന്ന് ആമേൻ യഹോവയോടുകൂടെ ദാവീദ് ചോദിക്കുകയാണ്. ആമേൻ. 8ാമത്തെ വാക്യത്തിൽ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച ആസ്തികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതിരിക്കേണ്ടതിന് നിന്റെ മുഖം മറക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും
മായിച്ചു കളയണമേ. ആമേൻ. ഞാൻ ചെയ്ത ദുഷ്ടത്തരങ്ങളുണ്ട്, ഹല്ലേലൂയ, എന്റെ അകൃത്യങ്ങൾ നിന്റെ മുൻപിൽ നിന്ന് മാറ്റണം. ഈ പാപവുമായി ഞാൻ നിന്റെ മുൻപിൽ നിന്നാൽ എനിക്ക് നിന്നെ കാണുവാൻ കഴിയത്തില്ല. എന്റെ ഉള്ളത്തിലെ ഈ അകൃത്യം, പാപം, പിതാവേ, എന്നിൽ നിന്ന് മാറിപ്പോയാൽ എനിക്ക് നിന്നെ കാണുവാൻ കഴിയും. ആമേൻ. ഞാൻ കാണാതെ വണ്ണം, നിന്നെ കാണാതെ വണ്ണം പാപം എന്റെ മുൻപിൽ അകൃത്യമായിരിക്കുന്നു. ഈ പാപത്തെ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ. യഹോവയോടുകൂടെ ചോദിക്കാം. അവൻ എന്റെ പാപങ്ങളെ മാറ്റി, ആമേൻ, അവന് മുഖാമുഖം കാണുവാൻ തക്കവണ്ണമുള്ള വിശുദ്ധീകരണത്തിന്റെ ആത്മാവിനെ അവൻ എനിക്ക് തരികയാ. ആമേൻ. നിന്റെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കുകയും അരുതേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന 2 വചനങ്ങളാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ ഭാഗത്തിൽ പരാമർശിക്കുന്നത്, ഞാൻ ഇത്രയും അധികം വചനം ബത്സേബയുടെ അടുക്കൽ നിന്ന് കേട്ടിട്ടും എനിക്ക് രൂപാന്തരം വന്നില്ല എങ്കിൽ പിതാവേ, എന്റെ അകൃത്യ നിമിത്തം ഇതുവരെ എന്നിൽ പരിവർത്തനം ചെയ്ത പരിശുദ്ധാത്മാവിനെ നീ എടുത്തു കളയണമേ. ഹല്ലേലൂയ. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വാക്യമാണ്. വചനം കേട്ടിട്ടും മനുഷ്യന് രൂപാന്തരവും മാനസാന്തരവും വന്നില്ല എങ്കിൽ, ആമേൻ, അവൻ പറയുന്നത് ഇങ്ങനെയാ, എന്റെ പരിശുദ്ധാത്മാവിനെ, ആമേൻ, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച സ്ഥിരമായ ഒരു ആത്മാവിനെ നീ എനിക്ക് നൽകണം. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കുകയും അരുതേ. ഹല്ലേലൂയ. ഞാൻ നിന്നോട് ഇത്രയും യാചിച്ചു, പിതാവേ, ഞാൻ പാപത്തെയും എന്റെ ദുഷ്ടതകളെയും വിട്ടുതിരിഞ്ഞ് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഹിമത്തെ പോലെ നീ എന്നെ വെളുപ്പിച്ച് ശുദ്ധീകരിച്ചു. ഞാൻ ശുദ്ധീകരണം പ്രാപിച്ചില്ല എങ്കിൽ നിന്റെ സന്നിധിയിൽ നിന്നും എന്നെ നീ ഉപേക്ഷിക്കരുത്. വീണ്ടും ദാവീദ് പറയുന്നു, ആ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുത്. അതിന്റെ വ്യാഖ്യാന ചിന്തയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ദൈവസന്നിധിയിൽ യാചിച്ചു, പലപ്പോഴും ദൈവസന്നിധിയിൽ കരഞ്ഞു, പലപ്പോഴും ദൈവസന്നിധിയിൽ ആമേൻ മുട്ടിന്മേൽ നിന്നു. ഹല്ലേലൂയ. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. ദൈവസന്നിധിയിൽ നിന്നും അവൻ ഇറങ്ങി നടക്കുവാൻ തുടങ്ങി. ആമേൻ. അവൻ ഇറങ്ങി നടക്കുവാൻ തുടങ്ങി. അവൻ ഇറങ്ങി നടക്കുവാൻ തുടങ്ങിയപ്പോൾ അവന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം അവനിൽ നിന്നും എടുത്തു കളഞ്ഞു. നമ്മൾ പലപ്പോഴും ചോദിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് വിടുതലില്ലാത്ത, ആ ദൈവ കൃപ ലഭിക്കാത്തത് എന്താ? കഷ്ടതകളും വേദനകളും വരുമ്പോൾ പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്, പുറത്തോട്ട് നടക്കുകയാണ്, ദൈവത്തെ ഉപേക്ഷിക്കുകയാണ്. ആമേൻ. അവന്റെ വിശ്വാസത്തെ ഉപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ വ്യാഖ്യാന പുസ്തകം എന്റെ കയ്യിലിവിടെ ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും വായിക്കാൻ വേണമെങ്കിൽ തരാം. ആമേൻ. 150 സങ്കീർത്തനങ്ങളുടെ വ്യാഖ്യാന പുസ്തകമാണത്. ഹല്ലേലൂയ. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഭാഗം, ദൈവസന്നിധിയിൽ നിന്ന് പുറകിലോട്ട് പോകുന്നവന്റെ മേലിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ യഹോവ എടുത്തു മാറ്റിക്കളയും. 12ാമത്തെ വാക്യത്തിൽ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്കലേക്ക് മനം തിരിയും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും എനിക്ക് രക്ഷയും വിടുതലും വന്നില്ല.
പക്ഷേ എനിക്ക് വിശ്വാസത്തോടുകൂടെ അടിയുറച്ച് നിൽക്കുവാൻ തക്കവണ്ണമുള്ള ഒരാത്മാവിന്റെ ശക്തിയെ നീ എനിക്ക് തരണം. ദാവീദ് ചോദിക്കുക, ഇനി ഞാൻ വഴിവിട്ടു പോകരുത്. നീ എന്നെ കഴുകി വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്റെ മനസ്സിനിപ്പോൾ വിശുദ്ധി വന്നിരിക്കുന്നു. ആമേൻ. ഇനി നിന്റെ സന്നിധി വിട്ട് ഞാൻ പുറത്തോട്ട് പോകുവാൻ എനിക്ക് ഇടവരരുത്. അപ്പാ, നിന്റെ ആത്മാവിന്, സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് നീ തരണം. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് ഇതിങ്ങനെ ചോദിക്കാൻ പറ്റും? അപ്പാ, എന്റെ ഉള്ളത്തിലെ ഈ അകൃത്യത്തിന്റെ ആത്മാവിനെ മാറ്റി സ്ഥിരമായ ഒരു ആത്മാവിനെ തരണം. ദാവീദ് അപ്പോൾ വീണ്ടും പറയുക, അപ്പോൾ അതിക്രമക്കാരോടുകൂടെ എനിക്ക് നിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് വചനം പറയുവാൻ കഴിയും, അവരെ വിശുദ്ധീകരിക്കുവാൻ കഴിയും. അടുത്ത ഭാഗത്തിൽ വീണ്ടും പറയുന്നത്, അതിക്രമക്കാരന്റെ വാക്കുകൾ കേട്ടില്ല എങ്കിൽ അവരെ നിന്റെ മുൻപിൽ നിന്ന് നീ തള്ളിക്കളയണമേ. വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാതെ ആമേൻ നിലനിൽക്കുവാൻ കഴിയാത്തവൻ, വചനത്തിൽ വിശുദ്ധീകരിക്കുവാൻ കഴിയാത്തവനെ യഹോവ അവന്റെ മുൻപിൽ നിന്നും എന്ത് ചെയ്യും? നീക്കിക്കളയും. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തിൽ പറയുന്നത്, എന്റെ രക്ഷയുടെ ദൈവമേ, എന്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, രക്തപാതകത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. രക്തപാതകമായിരിക്കുന്നതായ അവസ്ഥ, മനുഷ്യനെ കത്തി കൊണ്ട് കുത്തിയാൽ മുറിവ് വരും, മുറിവിലൂടെ രക്തം വരും. ആ രക്തം ആമേൻ ചിലപ്പോൾ കുത്തുന്നവന് കാണുമ്പോൾ ഭയങ്കര രക്തം, പക്ഷേ അനുഭവിക്കുന്നതിന് അത് കഠിന വേദനയാ. ആമേൻ. കത്തി കൊണ്ട് കുത്തുന്നതിനേക്കാളും അതികഠിനമായ ഒരു കത്തി എന്റെ വാക്കകത്ത് കിടക്കുകയാ. എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരുവനെ കുത്തുകയാ. ആ കുത്തുമ്പോൾ അവന്റെ ഹൃദയം തുറന്ന ആമേൻ അവന്റെ ആന്തരിക അവയവത്തിൽ രക്തം ചൊരിയുവാൻ തുടങ്ങും. ആ രക്തം ചൊരിയുമ്പോൾ അനുഭവിക്കുന്നവന്റെ വേദന എത്രയധികമുണ്ടോ, ആ വേദന നിന്റെ മേൽ ശാപമായി വരും. ഹല്ലേലൂയ. ആമേൻ. ആർക്കെങ്കിലും ഈ വാക്ക് തിരിച്ചറിയുവാൻ കഴിയുമോ? നിന്റെ വായിൽ നിന്ന് പോയ വാക്ക്. ചില ആൾക്കാരുണ്ട്, ചിന്തിച്ചുറപ്പിച്ചു വെച്ചിരിക്കും, ഇന്ന ആളിനെ കാണുമ്പോ ഇന്നത് തന്നെ പറയണം. ആമേൻ. ഇന്ന ആളിനെ കാണുമ്പോ കുത്തി പറയണം, ഊന്നി പറയണം. ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് സ്വരുക്കൂട്ടി വച്ചിരിക്കുന്നവന്റെ ജീവിതത്തിൽ ഒരു നാളും സ്വസ്ഥതയുണ്ടാകത്തില്ല. രാത്രിയിൽ അവന് ഉറക്കമുണ്ടാകത്തില്ല, പകലിൽ അവന് സമാധാനം ഉണ്ടാകത്തില്ല. അവൻ എത്ര അധ്വാനിച്ച് ഭക്ഷിച്ചാലും അവന്റെ വിശപ്പടങ്ങത്തുമില്ല. ഹല്ലേലൂയ. ആമേൻ. വാക്കുകൊണ്ട് മനസ്സിനെ മുറിവേൽപ്പിക്കുന്നവൻ ചിന്തിക്കാം, അവന്റെ ഉള്ളത്തിൽ ഉള്ള വേദന ജീവിതത്തിൽ ഒരിക്കലും നിന്റെ മേൽ ശാപമായി നിന്ന് മാറുകയില്ല. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്കിലേക്ക്, യഹോവേ എന്റെ അധരങ്ങൾ തുറക്കണമേ, എന്നാൽ എന്റെ വായി നിന്റെ സ്തുതിയെ വർണ്ണിക്കൂ. അപ്പാ, എനിക്ക് നിന്നെ ആരാധിക്കണമെന്നുണ്ട്, നിന്നെ സ്തുതിക്കണമെന്നുണ്ട്, മഹത്വപ്പെടുത്തണമെന്നുമുണ്ട്. പക്ഷേ നിഷ്ഠൂരമായിരിക്കുന്ന ഈ ലോകത്തിൽ ചിലരുടെ പ്രവർത്തികൾ എന്നെ ആരാധിക്കുവാൻ വിടുന്നില്ല. ആമേൻ. ദൈവത്തെ സ്തുതിക്കുവാൻ അനുവദിക്കുന്നില്ല. കുത്തുവാക്കുകളും വേദനകളും പറഞ്ഞപ്പോൾ ഭവനത്തിൽ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല, ദൈവാലയത്തിൽ എനിക്ക് കടന്നു വരുവാൻ കഴിഞ്ഞില്ല, ആരാധനയിൽ എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അപ്പാ, എന്റെ ജീവിതത്തിൽ ആമേൻ എന്റെ വായ തുറന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തണമേ. ആമേൻ. ആ സ്തുതിയും സ്തോത്രവും എന്റെ വായിൽ നിന്ന് ഉയരുമ്പോൾ
ഭവനത്തിലെ ശാപത്തിന്റെ ശക്തികൾ അഴിഞ്ഞോടും. യേശുവേ 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 എന്ന ഭവനത്തിനകത്ത് നീ ഉരുവിട്ട് 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 പറയുമ്പോൾ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ എന്ന് നീ പറയുമ്പോൾ, പിതാവായ ദൈവമേ എന്നെ ബലപ്പെടുത്തേണമേ എന്ന് പറയുമ്പോൾ, നിന്റെ ഭവനത്തെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശാപത്തിന്റെ ശക്തികൾ വിറയ്ക്കുവാൻ തുടങ്ങും. ആമേൻ. ആ ശാപത്തിന്റെ ശക്തികൾ വിറച്ചു തുടങ്ങുമ്പോൾ നമുക്കൊരു ബലഹീനതയുണ്ടാകും. ഈ ബലഹീനതയുടെ നടുവിൽ വീണ്ടും ധ്യാനിപ്പാൻ പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞാൽ നിന്റെ ഭവനത്തിനകത്ത് കയറിയിരിക്കുന്ന വിളിശാപങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, ദുഷ്ടതയുടെ വാക്കുകൾ, ക്രൂരത്വമായിരിക്കുന്ന അനുഭവങ്ങൾ നിന്റെ മുൻപിൽ നിന്നും പടിയിറങ്ങി പടിയിറങ്ങി എവിടെ നിന്ന് വന്നു അവിടേക്ക് പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഭവനത്തിനകത്ത് ഈ ശബ്ദം ഉയരുവാൻ തുടങ്ങണം. ആമേൻ. അപ്പോഴായി ഉയരുവാൻ തുടങ്ങണം. സ്തുതിയും സ്തോത്രവും ഉയരുവാൻ തുടങ്ങുമ്പോൾ നിന്റെ ഉള്ളത്തിന്റെ നാവ് നിനക്ക് വിശുദ്ധിയുള്ളതായി തീരും. ഈ നാവ് വിശുദ്ധിയുള്ളതായി തീരുമ്പോൾ അശുദ്ധിയുടെ വാക്കുകളും ദുഷ്ടതകളുടെ ചിന്തയും, ആമേൻ, അകൃത്യത്തിന്റെ മനോവേദനയും നിന്റെ ഉള്ളത്തിൽ ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ നിന്റെ വായ്, ആമേൻ, കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. 16-ാം വാക്യത്തിൽ പറയുന്നു, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അത് അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവമേ, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ആമേൻ. ദൈവപ്രസാദം കിട്ടുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ എന്ത് യാഗം വേണമെങ്കിലും അവൻ അർപ്പിക്കും. സ്വഭാവത്തിന് മാറ്റം വരാതെയാ അവൻ യാഗം കൊണ്ട് അർപ്പിക്കുന്നത്. ദൈവം പറയുന്നത്, നിന്റെ തകർന്നിരിക്കുന്ന മനസ്സാ ഏറ്റവും വലിയ യാഗം. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയമാ ഏറ്റവും വലിയ യാഗം. ആ യാഗം നീ ഇവിടെ സമർപ്പിക്കപ്പെടുമ്പോൾ യാഗമൃഗമായിരിക്കുന്ന നിന്റെ മേൽ സ്വർഗസ്ഥ പിതാവ്, ആമേൻ, പരിശുദ്ധാത്മാവെന്ന അഗ്നിയെ അയക്കും. ആ പരിശുദ്ധാത്മാവെന്ന അഗ്നി നീ ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്നെ വിശുദ്ധീകരിക്കും. ആമേൻ. ആ വിശുദ്ധീകരിക്കപ്പെടുന്ന സമയത്തിൽ നിന്റെ മേൽ കടന്നു വരുന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അഭിഷേകമായി തീരുവാൻ തുടങ്ങും. ഈ അഭിഷേകത്തിന്റെ ശക്തിയോ, ആമേൻ, നിന്നിലൂടെ അനേക വിശ്വാസികളെ എഴുന്നേൽപ്പിക്കുവാൻ തുടങ്ങും. ആമേൻ. 18-ാം വാക്യത്തിൽ, നിനക്ക് പ്രസാദമില്ല, സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളുടെയും ഹോമയാഗങ്ങളുടെയും സർവാംഗ ഹോമങ്ങളുടെയും, ആമേൻ, പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്റെ മേൽ കാളകളെ അർപ്പിക്കും. നിന്നെ തന്നെ യാഗമായി വിശുദ്ധീകരിച്ചിട്ട്, ആമേൻ, അടുത്ത് നീ ദൈവാലയത്തിന്റെ നടുവിലേക്ക് കടന്നു വരുമ്പോൾ നിനക്കുള്ളതിനെ യാഗമായി ദൈവാലയത്തിനകത്ത് സമർപ്പിക്കുക. ആമേൻ. അപ്പോൾ നീയും വിശുദ്ധീകരിക്കപ്പെട്ടു, നിനക്കുള്ളതും വിശുദ്ധീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഈ സങ്കീർത്തന ധ്യാനം ഈ രാത്രിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. എത്ര പേരിത് ശ്രദ്ധ വെച്ചു കേട്ടു എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഈ രാത്രിയില് ബത്ശേബയുടെ അടുക്കൽ ദാവീദ് ചെന്ന് വചനം കേട്ടപ്പോൾ അവന്റെ മനസ്സ് കുത്തുകൊണ്ടോ, ആമേൻ, നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ സങ്കടത്തോടുകൂടെ നാഥാനോടുകൂടെ പറഞ്ഞിട്ട്, എന്റെ ഹൃദയം വേദനിക്കുന്നു, പാപമോചനം യഹോവ എനിക്ക് തരുന്നു. അതുകൊണ്ട് എന്റെ ഈ വാക്കുകൾ പാപമോചനം മറ്റുള്ളവർക്കുമായി തീരുവാൻ വേണ്ടി എഴുതപ്പെട്ട സങ്കീർത്തനമത്രേ 51-ാം സങ്കീർത്തനം. 1 മുതൽ 18 വരെ 21 പ്രാവശ്യം ദൈവത്തോടുകൂടെ ദാവീദ് മാപ്പ് പറഞ്ഞ് അപേക്ഷിച്ചതായ
അപേക്ഷയുടെ സങ്കീർത്തനം. ഇത് ഓരോന്നോരോന്നായി നിന്റെ ഉള്ളത്തിലൂടെ ഈ രാത്രിയിൽ കടന്നുപോയി. ആമേൻ. അത് നിന്നെ വിശുദ്ധീകരിക്കട്ടെ, അത് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിന്റെ ദയയ്ക്കു തക്കവണ്ണം എന്നെ നീ വിടുവിക്കണമേ അപ്പാ. എന്നെ നീ നന്നായി കഴുകണം. ഹല്ലേലൂയ. എത്ര പ്രാവശ്യം കഴുകുവാൻ പറ്റുമോ അത്രയും പ്രാവശ്യം നീ എന്നെ കഴുകണം. ആമേൻ. വെള്ളം കൊണ്ട് കഴുകിയിട്ട് മാറിയില്ല എങ്കിൽ ആമേൻ അഴുക്കുമാറുവാൻ വേറെ എന്തെല്ലാം പ്രോസസ് ഉണ്ടോ അതെല്ലാം എന്നെ ഉപയോഗിക്കണമേ. അല്ല എങ്കിൽ പിതാവേ അഗ്നിയാൽ എന്നെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. അടുത്ത് വീണ്ടും പറയുന്നത്, അകൃത്യത്തിൽ ഞാൻ ഉരുവായി അമ്മയുടെ ഉദരത്തിൽ ആമേൻ ഞാൻ ശിശുവായിരുന്നപ്പോൾ അവരുടെ പാപം എൻ്റെ മേൽ ഉണ്ടായിരുന്നു. ആ പാപം എൻ്റെ മേൽ നിന്ന് നീ മാറ്റിത്തരണമേ. എൻ്റെ അകൃത്യം എൻ്റെ മേൽ നീ കണക്കിടരുതേ അപ്പാ. ദൈവസന്നിധിയിൽ കരഞ്ഞവനാ, നിലവിളിച്ചവനാ, ഈ രാത്രിയിൽ വിടുതൽ ഉണ്ടാകും. ഹല്ലേലൂയ. ഈ അകൃത്യ പാപമോചന ചിന്തകളെ കുറിച്ച് ഈ രാത്രിയില് ആമേൻ ശ്രദ്ധാപൂർവം കേട്ട നിങ്ങൾക്ക് ദൈവം സമൃദ്ധിയായ അനുഗ്രഹങ്ങളെ നൽകുമാറാകട്ടെ. ആമേൻ. പൂർണ്ണമായി കേൾക്കാത്തവർക്ക് വീഡിയോ ഉണ്ട്, ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. ആമേൻ. ദൈവം സമൃദ്ധിയായി നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിൽക്കാം.